സാക്ഷി നിൽക്കുന്നത് എന്ന്. ഖുർആൻ സൂറത്ത് യാസീനിൽ തന്നെയാണ് ആ കാര്യം പറയുന്നത്. അപ്പൊ അവര് പറയും അന്തഖനല്ലാഹ് അല്ലദീ അന്തഖ കുല്ല ശൈഇൻ, എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിക്കുന്ന ആ പടച്ച തമ്പുരാനാണ് ഞങ്ങളെയും സംസാരിപ്പിക്കുന്നത് എന്ന് പറയുന്നു. ഇങ്ങനെ അവർക്കിടയിൽ വിചാരണ ആരംഭിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഈ വിചാരണയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യന്റെ വായ സാക്ഷി നിൽക്കുന്ന ഈ സന്ദർഭം, അവന്റെ കാലുകൾ സാക്ഷി നിൽക്കുന്ന സന്ദർഭം, അവന്റെ കൈകൾ സംസാരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു വെച്ചത്, ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ കൈ സംസാരിക്കുകയാണ്. ഇങ്ങനെയാണ് വിചാരണ ആരംഭിക്കുന്നത്. വിചാരണ 3 രൂപം, അല്ലെങ്കിൽ ആ വിചാരണയിൽ ആളുകൾ 3 വിധത്തിലാണ്. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മല്ലാ ഹിസാബലഹും, വിചാരണ ഇല്ലാത്ത ആളുകൾ. 70,000 ആളുകൾ വിചാരണ ഇല്ലാതെ സ്വർഗത്തിൽ പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം നേരത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ 2 വിഭാഗമാണ്. ഒന്ന് അൽ ഹിസാബ് അൽ അസീർ, രണ്ടാമത്തേത് അൽ ഹിസാബ് അൽ യസീർ. ഒന്നാമത്തേത് പ്രയാസകരമായ വിചാരണ, രണ്ടാമത്തേത് എളുപ്പമുള്ള അല്ലെങ്കിൽ ലഘുവായ വിചാരണ. ഈ ഹിസാബൻ അസീർ ആരാണ്, അല്ലെങ്കിൽ പ്രയാസകരമായ വിചാരണ ആർക്കായിരിക്കും? അത് അവിശ്വാസികൾക്ക്, മുനാഫിക്കുകൾക്ക്, മുശ്രിക്കുകൾക്ക്, മുസ്ലിങ്ങളിൽപ്പെട്ട വലിയ പാപങ്ങൾ ചെയ്ത ആളുകൾക്ക്. ഇങ്ങനെ ഇവർക്കുള്ള വിചാരണ വളരെ പ്രയാസകരമായിരിക്കും. പരലോകത്ത് ഈ വലിയ കുറ്റവാളികളായ ആളുകൾ, അള്ളാഹു പറയുന്നു സൂറത്ത് ഹാമീം സജദയിൽ, അള്ളാഹുവിന്റെ മുമ്പിൽ തല ഉയർത്താൻ സാധിക്കാതെ അവർ നിൽക്കുകയാണ്. നമ്മളെങ്ങാനും അവരെ കാണുകയാണെങ്കിൽ അള്ളാഹു പറയുകയാണ്, ഈ ആളുകളെ മാറ്റി നിർത്തുന്നു. പരലോകത്ത് വരുമ്പോൾ തന്നെ അവർക്ക് അവരുടെ തല ഉയർത്താൻ സാധിക്കുകയില്ല. അങ്ങനെ വളരെ പരിഹാസിതരായി, വളരെ എല്ലാം പരാജയപ്പെട്ടവരായി അവര് മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ വേളയിൽ അള്ളാഹു പറയുന്നു, വലൗ തറാ ഇതിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജഅനാ നഅമൽ സാലിഹൻ ഇന്നാ മൂഖിനൂൻ. സൂറത്ത് സജദയിൽ അള്ളാഹു പറയാ, വലൗ തറ, നീയെങ്ങാനും ആ സമയത്ത് അവരെ കണ്ടിരുന്നെങ്കിൽ, വലൗ തറ ഇതിൽ മുജ്രിമീന, മുജ്രിമീങ്ങളായ കുറ്റവാളികളായ അധർമ്മകാരികളായ ആളുകളെ ആ പരലോകത്ത് നീ കാണുകയാണെങ്കിൽ, നാകിസു റൂസിഹിം, അവരുടെ തലകൾ താഴ്ന്നിരിക്കും, പരാജിതരായി പരിഹാസിതരായി, ആരെയും നോക്കാനോ ശ്രദ്ധിക്കാനോ സാധിക്കാത്ത അത്രയും പ്രയാസകരമായ ഒരവസ്ഥയാണ് അവർക്കുണ്ടാവുക. അതുകൊണ്ട് തല ഉയർത്താൻ സാധിക്കുകയില്ല. ഈ സമയത്ത് അവർ അള്ളാഹുവിനോട് പറയുമത്രേ, റബ്ബന, ഞങ്ങളുടെ നാഥ, അബ്സർന വസമിഅന, ഞങ്ങളെല്ലാം കണ്ടിരിക്കുന്നു, എല്ലാം കേട്ടിരിക്കുന്നു, നേരത്തെ നിഷേധിച്ചിരുന്നതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു, എല്ലാം ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഫർജഅന, ഞങ്ങളെ നീ മടക്കി തരണമേ. എവിടേക്ക്? ഈ ഭൂമിയിലേക്ക് ഒന്നുകൂടെ മടക്കി തന്നാൽ അമലു സ്വാലിഹ, ഞങ്ങൾ അമലു സ്വാലിഹാത്തുകൾ ചെയ്തു കൊള്ളാം. നഅമലു സ്വാലിഹ ഇന്നാ മൂഖിനൂൻ, ഞങ്ങൾ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യാം. അപ്പൊ കുറ്റവാളികളായ ആളുകൾ നാളെ പരലോകത്ത് അവർക്ക് പ്രയാസകരമായ വിചാരണയുണ്ടാകുമെന്നാണ് അള്ളാഹു പറയുന്നത്. 2 തരത്തിലാണ് വിചാരണ എന്ന് നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ ഒരു വിഭാഗം നേരത്തെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. പിന്നെയുള്ള ആളുകൾക്ക് ഹിസാബൻ അസീറും ഹിസാബൻ യസീറുമാണ്. ആ ഹിസാബൻ അസീറുള്ള ആളുകൾ, പ്രയാസകരമായ വിചാരണയുള്ള ആളുകളാരാ? അവരാണ് നേരത്തെ പറഞ്ഞ മുനാഫിക്കുകൾ, മുശ്രിക്കുകൾ, കുഫാറുകൾ, മുസ്ലിങ്ങളിൽപ്പെട്ട വലിയ പാപങ്ങൾ ചെയ്ത ആളുകളും അതിൽ ഉൾപ്പെടുമെന്ന് പണ്ഡിതന്മാർ പറയുന്നു. ഏതായിരുന്നാലും ഈ ആളുകൾ അവർക്കിടയിൽ എങ്ങനെയാണ് വിചാരണ നടത്തുക? അവരുടെ വിചാരണ അവരുടെ കർമ്മങ്ങൾ കൃത്യമായി ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ലൈസ അഹദുൻ യുഹാസബു യൗമൽ ഖിയാമത്തി ഇല്ലാ ഹലക, ഖിയാമത്ത് നാളിൽ ഏതൊരുവനെ അള്ളാഹു വിചാരണ ചെയ്യുന്നുവോ അവൻ നശിച്ചതു തന്നെ എന്ന് നബി തിരുമേനി പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ നബി തിരുമേനിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്,
അല്ലാഹുവിന്റെ ദൂതരെ, അലൈസ ഖദ് ഖാല അല്ലാഹു തആല, അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫയുഹാസബു ഹിസാബൻ യസീറ, ഏതൊരുവന് അവന്റെ ഗ്രന്ഥം വലത് കൈയിൽ നൽകപ്പെട്ടുവോ ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ, അവന് ലഘുവായ വിചാരണയെ ഉണ്ടാകൂ എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിരിക്കുന്നല്ലോ എന്ന് ചോദിച്ചപ്പോ നബി തിരുമേനി അതിന് മറുപടി കൊടുത്തത് ഇന്നമാ ദാലിക്കൽ അറദ്, അത് അവനിൽ കാണിച്ചു കൊടുക്കൽ മാത്രമാണ്. അതായത് ആ ഹിസാബൻ യസീറ, ലഘുവായ വിചാരണ എന്ന് പറഞ്ഞാൽ അത് അവന്റെ പ്രവർത്തനങ്ങളൊക്കെ ഒരു അറിവ് അവന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ്. പക്ഷേ വലൈസ അഹദൻ യുനാഖശു അൽ ഹിസാബ യൗമൽ ഖിയാമത്തി ഇല്ലാ ഉദ്ദിബ, എന്നാൽ ഏതൊരുവൻ അവന്റെ കർമ്മങ്ങളെ സംബന്ധിച്ച് കൃത്യമായി അള്ളാഹു അവനോട് വിചാരണ ചെയ്താൽ ഇല്ലാ ഉദ്ദിബ, ഒരാളും ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. ലോകത്ത് ഒരാളും അവനെ കൃത്യമായി അള്ളാഹു വിചാരണ ചെയ്താൽ ഏതൊരുവനും ശിക്ഷിക്കപ്പെടാതെ പോവുകയില്ല. ഈ പറഞ്ഞതിന്റെ അർത്ഥം അത്രയും കർമ്മങ്ങളിൽ ദുഷ്കർമ്മങ്ങൾ കുറച്ചാണെങ്കിലും അള്ളാഹു കൃത്യമായി വിചാരണ ചെയ്താൽ, എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഇവിടെ പ്രയാസകരമായ വിചാരണ ഉണ്ടാവുക ഈ പറഞ്ഞ ആളുകൾക്കാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച് ആ ആളുകളുടെ കർമ്മങ്ങളെ അള്ളാഹു കൃത്യമായി വിചാരണ ചെയ്യും. കാരണം അവർക്കൊന്നും പുറത്തു കൊടുക്കാനില്ല, അവർക്കൊന്നും വിട്ടുവീഴ്ച നൽകാനില്ല. അവർ അവിശ്വാസികളാണ്, അവർ മുശ്രിക്കുകളാണ്, അവർ മുനാഫിക്കുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞത് അവരോട് കൃത്യമായി തന്നെ അള്ളാഹു വിചാരണ നടത്തും. അവരുടെ വിചാരണ അതികർശനമായിരിക്കുമെന്നാണ്. അതുകൊണ്ട് ആ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പാപമോചനം എന്നൊന്നില്ല, വിട്ടുവീഴ്ച എന്നൊന്നില്ല. അതുപോലെ തന്നെ ഈ പരലോകത്ത് അവരുടെ കർമ്മങ്ങളൊക്കെ അവർക്ക് മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന ഒരു ദിവസം, എന്തൊക്കെയാണ് ഈ ലോകത്ത് ജീവിച്ചു പോകുമ്പോ അവന്റെ കബറിലേക്ക് വെക്കപ്പെട്ട സമയത്ത് ആ മനുഷ്യൻ അവന്റെ കർമ്മങ്ങളായി കൊണ്ടുപോയത്, അതൊക്കെയാണ് അവിടെ കബറുകൾ പുറത്തു തള്ളുക. ആ പുറത്തു തള്ളപ്പെട്ട തന്റെ കർമ്മങ്ങളാണ്. സുഹൃത്തുക്കളെ വരുന്നുണ്ട് ദിവസം മഹ്ശറ, അകത്തുള്ളതെല്ലാം അന്ന് തള്ളും മക്ബറ എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ദിവസം അവന്റെ കൂടെ എന്തൊക്കെ കർമ്മങ്ങളാണ് അതവൻ കാണുന്നു. പക്ഷേ ഈ മനുഷ്യന് അള്ളാഹുവിന്റെ അടുക്ക ചെല്ലുമ്പോ അവന് അള്ളാഹുവിന്റെ ആ രൂപവും അതേപോലെ തന്നെ അവിടെയുള്ള അവന്റെ അവസ്ഥകളും കാണുമ്പോ തല ഉയർത്താൻ അവന് സാധിക്കുകയില്ല. അതുകൊണ്ട് അള്ളാഹു അവരെ കുറിച്ച് പൊതുവായി പറഞ്ഞ ഒരു കാര്യം, അവർക്കൊരിക്കലും തല ഉയർത്താൻ സാധിക്കുകയില്ല. നാക്കിസൂർ ഊസിഹിം, അവരുടെ തലകൾ താഴ്ന്നു പോയിട്ടുണ്ട്. പരിഹാസത്താൽ, ലജ്ജയാൽ ആരുടെയും മുഖത്തേക്ക് റബ്ബിന്റെ മുഖം കാണാൻ തന്നെ അവർക്ക് സാധിക്കുകയില്ല. ഖുർആൻ പറയുന്നു ഫഇന്നഹും യൗമഇദിൻ ലമഹ്ജൂബുൻ, അവർക്ക് അല്ലാഹുവിനെ കാണാൻ സാധിക്കുകയില്ല. കാരണം അവർ അവിശ്വാസികളാണ്, അവർ മുനാഫിക്കുകളാണ്, അവർ അധർമ്മകാരികളാണ്. അവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞു. പക്ഷേ സത്യവിശ്വാസികൾ അങ്ങനെയല്ല, അവർക്ക് അള്ളാഹുവിനെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, അള്ളാഹുവിന്റെ റസൂലെ, ഇന്നന ലനറ റബ്ബന തബാറക വതആല യൗമൽ ഖിയാമ, നമുക്ക് ഖിയാമത്ത് നാളിൽ നമ്മുടെ റബ്ബിനെ കാണാൻ സാധിക്കുമോ? നമ്മുടെ നഗ്നനേത്രങ്ങളെ കൊണ്ട്, നമ്മുടെ കണ്ണുകളെ കൊണ്ട് നമ്മൾ ഇന്ന് ആരാധിക്കുന്ന, നമ്മൾ ഇന്ന് ദുആ ചെയ്യുന്ന, നമ്മൾ ഇന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന റബ്ബിനെ ആ പരലോകത്ത് കാണാൻ സാധിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമറ ഫീ ലൈലത്തിൽ ബദർ, പൂർണ്ണചന്ദ്രനെ 14 രാവിലെ നിങ്ങൾ കാണുന്ന അതേ വെളിച്ചത്തിൽ, അതേ തെളിച്ചത്തിൽ, അതേ വ്യക്തതയോടെ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ കാണാൻ കഴിയും. അതാണ് ഖുർആൻ പറയുന്നത്. അന്നേ ദിവസം അള്ളാഹുവിന്റെ മുഖത്തേക്ക് നോക്കിയത് കാരണം ആ സന്തോഷത്താൽ ചില മുഖങ്ങൾ അന്ന് പ്രസന്നമായിരിക്കും. പക്ഷേ വേറെ ചില ആളുകളുണ്ട്, അവർക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയില്ല, അള്ളാഹുവിനെ ദർശിക്കാനുള്ള ആ സൗഭാഗ്യം അവർക്ക് ലഭിക്കുകയില്ല. കാരണം അവർക്കിടയിൽ ഒരു മറയിടപ്പെടുകയാണ്. അവരാണ് ഈ പറഞ്ഞ ആളുകൾ. അവരെ അള്ളാഹുവിന് ആവശ്യമില്ല, അവരെ അള്ളാഹുവിന് കാണേണ്ടതില്ല. അതുകൊണ്ട് തന്നെ തല താഴ്ത്തിയവരായി അവർ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമെന്ന് അവരെ അള്ളാഹു കൃത്യമായി വിചാരണ ചെയ്യും. അവർക്ക് വിട്ടുവീഴ്ചയില്ല, അവർക്ക് പാപമോചനമില്ല. അതുകൊണ്ട് അതാണ് പ്രയാസകരമായ വിചാരണ. രണ്ടാമത്തെ ഒന്ന് അൽ ഹിസാബ് അൽ യസീർ. യസീർ എന്ന് പറഞ്ഞാൽ ലളിതമായത്.
നിസാരമായത് അല്ലെങ്കിൽ എളുപ്പമുള്ള വിചാരണ. ഈ എളുപ്പമുള്ള വിചാരണ ആർക്കാണ്? വലത് കൈയിൽ പുസ്തകം നൽകപ്പെടുന്ന ആളുകൾ. അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് ആ വലത് കൈ അല്ലെങ്കിൽ ആ പുസ്തകത്തെ കുറിച്ച് മറ്റൊരു ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കും. ഏതായിരുന്നാലും ഇവർ ഈ വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന ആളുകൾ, ആ ആളുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞു ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ. അവർക്ക് വഴിയെ വളരെ എളുപ്പത്തിലുള്ള വിചാരണയായിരിക്കും ഉണ്ടാവുക. എന്താണ് അവരുടെ വിചാരണ എന്ന് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ കാണാം. അവന്റെ കയ്യിൽ അവന്റെ പുസ്തകം കൊടുത്തിട്ട് അവനോട് അള്ളാഹു അവന്റെ അടുത്തേക്ക് ഫയുദ്ദിനി ഇലൈഹി റബ്ബുനാ തബാറക വതആല, അവന്റെ അടുത്തേക്ക് അള്ളാഹു വരികയാണ്. എന്നിട്ട് അവന്റെ പുസ്തകം അവന് കാണിച്ചു കൊടുക്കുന്നു. ആ പുസ്തകം കാണിച്ചു കൊടുത്തിട്ട് അവനോട് അള്ളാഹു ചോദിക്കും അതിലെ ഓരോ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടി. ആരാണിത്? അവനൊരു സത്യവിശ്വാസിയാണ്, അവനൊരു മുസ്ലിമാണ്. പക്ഷെ അവന്റെ കർമ്മരേഖയിൽ അവന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരുപാട് തെറ്റുകുറ്റങ്ങളും അതേപോലെ തന്നെയുള്ള കാര്യങ്ങൾ പ്രവർത്തിച്ചത് അതിൽ അവന് അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് അള്ളാഹു ചോദിക്കും ഇത് നീ ചെയ്തതല്ലേ, ഇത് നീ പ്രവർത്തിച്ചതല്ലേ, ഇത് നിന്റെ ജീവിതത്തിൽ ഉണ്ടായതല്ലേ? അയാൾ പറയുമത്രേ ഐ റബ്ബ് ഹത്താ ഖററഹു ബിദുനൂബിഹി. അങ്ങനെ അവൻ അതൊക്കെ സമ്മതിക്കും. അതെ, അവന് ബോധ്യപ്പെടും ഇത് ഞാൻ ചെയ്തത് തന്നെയാണ്, എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് തന്നെയാണ്, എന്റെ കൈ പ്രവർത്തിച്ചത് തന്നെയാണ്, എന്റെ കൈ എന്റെ കണ്ണ് ആ കുറ്റകരമായ കാര്യം കണ്ടത് തന്നെയാണ്, എന്റെ കാത് അത് കേട്ടത് തന്നെയാണ്, അതൊക്കെ ശരിയാണ് എന്നവന് സമ്മതിക്കുകയാണ്. അങ്ങനെ അവന് സ്വയം, മുഅ്മിനായ മനുഷ്യന് അവന്റെ മനസ്സിൽ സ്വയം ബോധ്യപ്പെടുകയാണ്. ഇതാ ഖററഹു, അവൻ അങ്ങനെ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അവന് മനസ്സിലാകും വറഅ ഫീ നഫ്സിഹി അന്നഹു ഹലക, അവൻ സ്വയം വിചാരിക്കും ഇല്ല ഞാൻ നശിച്ചത് തന്നെ, കാരണം ഇതൊക്കെ ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തതാണ്, ഇതൊക്കെ അള്ളാഹു എനിക്ക് കാണിച്ചു തരുന്നു, ഇത് എനിക്ക് ബോധ്യപ്പെടുന്നു, സമയം എനിക്കറിയുന്നു, ദിവസം എനിക്കറിയുന്നു, എവിടെ വെച്ചാണെന്ന സ്ഥലം എനിക്കറിയുന്നു. അതുകൊണ്ടൊക്കെ ബോധ്യപ്പെടുമ്പോ അവൻ മനസ്സിൽ വിചാരിക്കുമത്രേ അന്നഹു ഹലക, ഞാൻ നശിച്ചു കഴിഞ്ഞു എന്ന് അവൻ വിചാരിക്കുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ഈ സന്ദർഭത്തിൽ അള്ളാഹു അവനോട് പറയും ഇതെന്തിനാ? അവന്റെ തെറ്റിനെ അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ഓരോ മനുഷ്യനും അവൻ ചെയ്ത പാപങ്ങളെ, അവൻ ചെയ്ത സൽക്കർമ്മങ്ങളെ എല്ലാം അവന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി, അവനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഹിസാബ്, വിചാരണ. അള്ളാഹുവിനെ സംബന്ധിച്ച് നേരത്തെ അറിയാം, ഇവരെ സ്വർഗത്തിലേക്ക്, ഇവരെ നരകത്തിലേക്ക്. പിന്നെന്തിനാ വിചാരണ? അവന് ബോധ്യപ്പെടണം. സ്വർഗത്തിൽ പോകുന്ന ഒരാളെക്കാൾ അധികം നരകത്തിൽ പോകുന്നവന് ബോധ്യപ്പെടണം ഞാൻ ഇതിന് അവകാശിയാണ്, ഞാനിത് അവകാശപ്പെട്ടവനാണ്. അതുകൊണ്ടാണല്ലോ നരകത്തിലേക്ക് എറിയപ്പെടുന്ന ആളുകളെ ആ സമയത്ത് ആളുകൾ, മലക്കുകൾ അവരോട് ചോദിക്കും അലം യഅ്തികുൻ നദീർ ഖാലു ബലാ ഖദ് ജാഅനാ നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നില്ലായിരുന്നോ, നിങ്ങളോട് ഇങ്ങനെയൊക്കെ ഉപദേശിച്ചിട്ടില്ലായിരുന്നോ? അവര് പറയും ബലാ, അതെ, ഖദ് ജാഅനാ നദീർ, ഞങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നിരുന്നു, ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറിഞ്ഞിരുന്നു, ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ ഫകദ്ദബ്നാ, അവര് ഞങ്ങൾ വ്യാജമാക്കി തള്ളിക്കളഞ്ഞു, ആ കാര്യങ്ങളെ ഞങ്ങൾ സ്വീകരിച്ചില്ല. അപ്പൊ അവനെ ബോധ്യപ്പെടുത്തുകയാണ്. ഇവിടെ ഒരു സത്യവിശ്വാസിയെയും അള്ളാഹ് ബോധ്യപ്പെടുത്തുക, അവൻ ചെയ്തതൊക്കെ അള്ളാഹ്ക്ക് അറിയാം, അത് അള്ളാഹുവിന് അറിയുമെന്ന കാര്യം അവനെ ബോധ്യപ്പെടുത്തണം. അതുകൊണ്ട് അവന്റെ പുസ്തകത്തിൽ കാണിച്ചു കൊടുക്കുന്നു ഇത് നീ ചെയ്തതല്ലേ, ഇത് നീ പ്രവർത്തിച്ചതല്ലേ, അങ്ങനെ അവന് ബോധ്യപ്പെടുകയാണ്. അപ്പോ തീർച്ചയായും ഒരു മുഅ്മിനായ മനുഷ്യൻ ഇത് കാണുമ്പോ അവന് മനസ്സിലാകും ഇല്ല ഞാൻ നശിച്ചത് തന്നെ, ഇനി എനിക്ക് രക്ഷയില്ല എന്ന്. ആ സമയത്താണ് അള്ളാഹു അവനോട് പറയുന്നത് ഖാല സതർതുഹാ അലൈക ഫി ദുനിയ, ഈ പാപങ്ങളൊക്കെ നിനക്ക് ഈ ദുനിയാവിൽ വെച്ച് തന്നെ ഞാൻ മറയിട്ടു തന്നിരുന്നു, അതേപോലെ തന്നെ വഅഗ്ഫിറുഹാ ലക അൽയൗം, ഇന്ന് ഞാൻ നിനക്ക് അതൊക്കെ പുറത്തു തരികയാണ്. അതാണ് ലഘുവിചാരണ. അവനെ കൃത്യമായി അവനെ ശിക്ഷിക്കുകയാണെങ്കിൽ ഈ കുറ്റങ്ങൾ മതി ഒരു സത്യവിശ്വാസിയെ നരകത്തിലേക്ക് തള്ളാൻ. പക്ഷെ അള്ളാഹു അവന് പുറത്തു കൊടുക്കുന്നു, അള്ളാഹു അവന് മാപ്പ് കൊടുക്കുന്നു. അങ്ങനെ ആ അള്ളാഹുവിന്റെ അപാരമായ കാരുണ്യം അവന് നൽകപ്പെടുമ്പോ ആ മനുഷ്യന് അതാണ് ലഘുവിചാരണ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് ഒരു സത്യവിശ്വാസിയാണെങ്കിൽ പോലും നമ്മളെയൊക്കെ കൃത്യമായി അള്ളാഹു വ്യക്തമായി വിചാരണ ചെയ്താൽ നമ്മൾ ഒരാളും സ്വർഗത്തിലേക്ക് പോകാനുള്ള അമലില്ല നമ്മുടെ അടുത്ത്.
എന്നാൽ നരകത്തിലേക്ക് പോകാനുള്ള അമലുകൾ ഇഷ്ടം പോലെയുണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ വായിക്കുമ്പോ ആ ഒരു സത്യവിശ്വാസിയെ കുറിച്ചാണ് പറഞ്ഞത്. അവന്റെ നഫ്സിൽ, അവന്റെ മനസ്സിൽ അവന് ബോധ്യപ്പെടുകയാണ് അന്നഹു ഹലക. ആ ബോധ്യപ്പെടൽ തന്നെയാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. ബോധ്യപ്പെട്ടതിന് ശേഷം അള്ളാഹു അവന് പുറത്തു കൊടുക്കുന്നു. അങ്ങനെ പുറത്തു കൊടുത്താൽ പിന്നീട് അവൻ സ്വർഗാവകാശിയായി തീരുന്നു. പ്രിയമുള്ളവരെ, രണ്ട് നിലക്കുള്ള വിചാരണയാണ് ഇവിടെ പറഞ്ഞത്. ഈ വിചാരണ എന്ന് പറയുമ്പോ അത് ഏറ്റവും പ്രയാസകരമായ ആ മഹ്ശറയിൽ നടക്കുന്ന ഏറ്റവും വലിയ ഒരു അനുഭവമാണ്, ഭീതിതമായ ഒരു സമയമാണ് അത് എന്ന് എല്ലാ ഖുർആനിന്റെ അതുമായി ബന്ധപ്പെട്ട ആയത്തുകളിലൊക്കെ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ കുറ്റമില്ലാത്ത ഒരു സത്യവിശ്വാസിയുടെ, വലിയ അബദ്ധങ്ങളോ വലിയ തെറ്റുകളോ ചെയ്യാത്ത മുഅ്മിനായ ഒരു മനുഷ്യന്റെ അവസ്ഥ ഇതാണെങ്കിൽ, പ്രിയമുള്ളവരെ, ഒരു കുറ്റകരമായ കാര്യങ്ങളുമായി ജീവിക്കുന്ന ദുഷ്ടനായ, അധർമ്മകാരിയായ, മുജിരിമായ, കുറ്റവാളിയായ ഒരു മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമ്മൾ ആലോചിക്കുക. ഒരു കവി പറഞ്ഞു, വഇദൽ ജനീനു ബിഉമ്മിഹി മുതഅല്ലിഖുൻ യഖ്ശൽ ഖസാസ വഖൽബുഹു മദ്ഊറു ഹദാ ബിലാ ദംബിൻ യഖാഫു ലിഹൗലിഹി കൈഫൽ മുസിറു അലാ ദുനൂബി ദുഹൂറു. അതായത് വഇദൽ ജനീനു ബിഉമ്മിഹി മുതഅല്ലിഖുൻ, ചോരക്കുഞ്ഞിന് അവന്റെ അവസ്ഥ അവിടെ, യഖ്ശൽ ഖസാസ, ആ ചോരക്കുഞ്ഞ് പോലും അവിടെ ഭയവിക്കുലരാകുന്ന അത്രയും ഭീകരമായ, വഖൽബുഹു മദ്ഊറുൻ, അവന്റെ കൽബ് വളരെ, മനസ്സ് വളരെ പ്രയാസപ്പെടുന്ന ആ സന്ദർഭത്തിൽ പോലും അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ആദാ ബിലാ ദംബിൻ, അത് പാപമില്ലാത്തൊരുവന്റെ അവസ്ഥയാണെങ്കിൽ, കുറ്റം ചെയ്യാത്ത ഒരു കുഞ്ഞിന്റെ അവസ്ഥയാണെങ്കിൽ, യഖാഫു ലിഹൗലിഹി, തന്റെ ആ ദിവസത്തിലെ ചുറ്റുപാടുകളെ, ആ അവസ്ഥകളെ കണ്ട് ആ കുഞ്ഞു പോലും ഭയവിക്കുലരാകുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, കൈഫൽ മുസിറു അലാ ദുനൂബി ദുഹൂറു, കാലം മുഴുവനും കുറ്റങ്ങളുമായി, തെറ്റുകളുമായി, അതേപോലെ തന്നെ മ്ലേച്ഛമായ പ്രവർത്തനങ്ങളുമായി നടക്കുന്നവന്റെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് തന്നെ വിചാരണ എന്ന് പറയുമ്പോ, ഹിസാബ് എന്ന് പറയുമ്പോ നമ്മൾ മാത്രമല്ല, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, ഇങ്ങനെയൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്ത ആ ഫാറൂഖ് എന്ന് പറയുന്ന നബി തിരുമേനി പ്രത്യേകമായി നാമകരണം ചെയ്ത, സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ചുകൊണ്ട് ഈ ലോകത്ത് ഭരണം നടത്തി ആളുകൾക്കിടയിൽ ജീവിച്ച ആ ധീരശാലിയായ മഹാനായ ഖത്താബിന്റെ മകൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഒരു ചരിത്രം പറയുന്നുണ്ട്. അദ്ദേഹം എന്തുമാത്രം വലിയ ധീരനായിരുന്നു എന്ന് നമ്മൾ ഒരുപാട് പ്രസംഗങ്ങളിൽ, ഒരുപാട് പുസ്തകങ്ങളിൽ, ഒരുപാട് ചരിത്രങ്ങളിൽ നമ്മൾ വായിച്ചതാണ്, നമ്മൾ കേട്ടതാണ്. ഖത്താബിന്റെ മകൻ എന്ന് പറയുമ്പോ ഇസ്ലാമിലെ ചരിത്രത്തിൽ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പ് അദ്ദേഹത്തിന്റെ പിതാവായ ഖത്താബ് നല്ല പരുഷ സ്വഭാവക്കാരനായിരുന്നു. ആടിനെയും ഒട്ടകങ്ങളെയുമായി ഉമറിനെ മലമടക്കുകളിലേക്ക് പറഞ്ഞയച്ച് വൈകുന്നേരം തന്റെ ഒട്ടകങ്ങളുമായി തിരിച്ചു വരുമ്പോ ഏതെങ്കിലും ഒരു ഒട്ടകത്തിന് വയറ് നിറഞ്ഞിട്ടില്ലെങ്കിൽ പരുഷനായ ഖത്താബിന്റെ പ്രഹരങ്ങൾക്ക് വിധേയനായിരുന്ന ഉമർ പിന്നീടുള്ള ചരിത്രത്തിൽ ധീരനും ശൂരനും അതിനേക്കാൾ ഉപരി വലിയൊരു പോക്കിരിയായി മാറാനുള്ള കാരണം തന്റെ പിതാവിൽ നിന്ന് ലഭിച്ച ആ ശിക്ഷണമാണ്. ആ പിതാവിന്റെ ശിക്ഷണത്തിലൂടെ വളർന്ന ഉമർ പിന്നീട് പരിശ്രമുള്ള ഒരു ധീരനായി. പക്ഷേ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം ആ ഉമറിനെ ആരെയും ഭയപ്പെടാനുണ്ടായിരുന്നില്ല. മുസ്ലിങ്ങൾ ആദ്യകാലത്ത് തന്നെ ഒളിഞ്ഞും മറഞ്ഞും ഷഅബ് അബീ ത്വാലിബിൽ 3 വർഷക്കാലം താമസിച്ചിരുന്നു. മുസ്ലിങ്ങൾക്ക് ഭ്രഷ്ട് ഏർപ്പെടുത്തി, ആരും വിവാഹം ചെയ്തു കൊടുക്കില്ല, ആരും ഭക്ഷണം കൊടുക്കില്ല, പച്ചിലകൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് ആ 3 വർഷക്കാലം ആ ഷഅബ് അബീ ത്വാലിബിൽ താമസിച്ചിരുന്ന മുസ്ലിം സമൂഹത്തിന് ആ സമയത്ത് ഭയവിക്കുലരായി പുറത്തേക്ക് ഇറങ്ങാൻ സമയം സാധിക്കാത്ത രൂപത്തിൽ ദാറുൽ അർഖമിൽ അവർ താമസിക്കുന്ന വേളയിൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നത്. അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ ദുആ ചെയ്യാറുണ്ടായിരുന്നു ആദ്യകാലത്ത്, അല്ലാഹുമ്മ അയ്യദൽ ഇസ്ലാമ ബി ഉമർ ബിനുൽ ഖത്താബ് ഔ ബി അബൂജഹൽ ബിൻ ഹിഷാം. അല്ലാഹുവേ, ഹിഷാമിന്റെ മകനായ അബൂജഹലിനെ കൊണ്ടോ ഖത്താബിന്റെ മകനായ ഉമറിനെ കൊണ്ടോ ഇസ്ലാമിന് ശക്തി പകരണമേ എന്ന പ്രവാചകന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും ഉമർ ഇസ്ലാമിലേക്ക് വരികയും ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത്, അതുവരെ പേടിച്ച് മടകളിലും അതേപോലെ തന്നെ മലമടക്കുകളിലും അതേപോലെ ചെറിയ കൂരകളിലൊക്കെ ഒഴിഞ്ഞു താമസിച്ചിരുന്ന മുസ്ലിങ്ങളെ മഹാനായ ഉമർ ഇസ്ലാമിലേക്ക് വന്നതോടുകൂടി പുറത്തേക്ക് ഇറങ്ങി. അദ്ദേഹം നബിയോട് ചോദിച്ച ഒരൊറ്റ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, നമ്മൾ സത്യത്തിലല്ലേ?
നമ്മൾ സത്യത്തിലല്ലേ? നബി തിരുമേനി പറഞ്ഞു അതെ. നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലല്ലേ? റസൂലുള്ളാഹി പറഞ്ഞു അതെ. പിന്നെ എന്തിനു നമ്മൾ ഇവിടെ ഒളിഞ്ഞു താമസിക്കണം എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും ഹംസ റളിയല്ലാഹു അൻഹുവിന്റെയും നേതൃത്വത്തിൽ അന്നാണ് മുസ്ലിങ്ങൾ ആദ്യമായി മക്കയിലേക്ക് വന്ന് പുറത്തു വന്ന് പരസ്യമായി പ്രബോധനം ആരംഭിച്ചത്. മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു പരസ്യമായി ഹിജ്റ പോയി. എല്ലാവരും രഹസ്യമായി പോയപ്പോ പരസ്യമായി തന്റെ വാൾ ഉയർത്തിപ്പിടിച്ച് കഅബയിൽ തവാഫ് ചെയ്ത് അദ്ദേഹം പറഞ്ഞു എത്രേ, ഉമർ ഇതാ ഹിജ്റ പോവുകയാണ്. ആർക്കെങ്കിലും ഉമ്മക്ക് മകന് വേണ്ടെങ്കിൽ, ആർക്കെങ്കിലും മക്കൾ അനാഥരാകണമെങ്കിൽ അവർ ഉമറിന്റെ മുമ്പിൽ ഒന്നുകൊള്ളട്ടെ എന്ന് ധീരമായി പ്രഖ്യാപിച്ചുകൊണ്ട് മദീനയിലേക്ക് ഹിജ്റ പോകാൻ ധൈര്യപ്പെട്ട ഒരേ ഒരാളാണ് ഉമർ. ആ ഉമർ നോക്കൂ നിങ്ങൾ, ആരെയും അദ്ദേഹത്തിന് ഭയമില്ല. ഇസ്ലാമിക സാമ്രാജ്യം 10 കൊല്ലം ഭരണം നടത്തിയ ആ ഉമർ ബിൻ ഖത്താബിന്റെ ഭരണകാലത്താണ് ഏറ്റവും വിസ്തൃതമായത്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ചോദ്യം ചെയ്യാൻ ഒരാളുമില്ല. ആരും അദ്ദേഹത്തെ ഭയപ്പെടുന്ന ഒരു കാലഘട്ടമാണെന്ന് നമുക്കറിയാം. പക്ഷേ ആ കാലഘട്ടത്തിലാണ് അത്ര ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലോ മാത്തത്ത് ശാത്തുൻ അലാ ശത്തിൽ ഫുറാത്തി, ഈ യൂഫ്രട്ടീസിന്റെ തീരത്ത് ഒരാട്ടിൻകുട്ടി എങ്ങാനും അനാഥയായി അല്ലെങ്കിൽ ഒരു ആട്ടിൻകുട്ടിയെങ്ങാനും അകാരണമായി ചത്തുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഉമർ പറയുകയാണ്, ഞാൻ വിചാരിക്കുന്നത്, ഞാൻ ഭയപ്പെടുന്നത് അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല ആ ആട്ടിൻകുട്ടിയെ പറ്റി നാളെ എന്നോട് വിചാരണ ചെയ്യുമെന്ന് ഭയപ്പെട്ടിരുന്ന ഉമർ ഈ നാട്ടിലെ ആ രാജ്യത്തിലെ ഒരാളെയുമല്ല. അള്ളാഹുവിന്റെ ഹിസാബ്, അവന്റെ കോടതി എന്ന് പറയുമ്പോ പൊട്ടിക്കരഞ്ഞിരുന്ന, തന്റെ ശരീരത്തെ പോലും പിടിച്ചു നിർത്താൻ സാധിക്കാതെ കരച്ചിൽ കൊണ്ട് തേങ്ങിക്കരഞ്ഞിരുന്ന മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇവിടെയാണ് ഈ വിചാരണയെ കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പ്രിയമുള്ളവരെ, വിചാരണ ഇവിടെ നടക്കുന്നു, കോടതികൾ ഇവിടെയുണ്ട്, വലിയ വലിയ കേസുകൾ വിചാരണക്കെടുക്കുന്നു, വലിയ വലിയ വക്കീലുകളെ പണമുള്ളവർ വാങ്ങുന്നു, ചില ആളുകൾ കൂറുമാറുന്നു, ചില വക്കീലുമാർ പൈസ വാങ്ങുന്നു, ചില ഭരണാധികാരികൾ, ചില കോടതി വിധികൾ പുറപ്പെടുവിക്കുന്ന ആളുകൾ എല്ലാം ഇവിടെ സ്വാധീനിക്കാൻ കഴിയും. എല്ലാറ്റിനും ഇവിടെ പണമുണ്ട്. പക്ഷേ പരലോകത്ത് അങ്ങനെയൊന്നില്ല. അവിടെ ദുന്യാവിലേതുപോലെ സമ്പത്ത് കൊണ്ട് നമുക്ക് ആരെയും സ്വാധീനിക്കാനാവുകയില്ല. അതേപോലെ തന്നെ തന്റെ നാക്കിന്റെ വാചാലത കൊണ്ട് അവിടെ സംസാരിച്ച് നേടിയെടുക്കാൻ സാധിക്കുകയില്ല. കാരണം അവിടെ വായ സീൽ ചെയ്യപ്പെടുകയാണ്. അവിടെ കൈകളാണ് സംസാരിക്കുന്നത്, അവിടെ കാലുകളാണ്, തൊലികളാണ് സാക്ഷി നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു ദിവസം അള്ളാഹു പറയുന്നു, ഒരാളോടും അവിടെ അനീതി കാണിക്കപ്പെടുമെന്ന ഭയം ആർക്കും വേണ്ട. ഈ പുസ്തകം അവന് കൊടുത്തതിന് ശേഷം അവർ ഓരോരുത്തരും പുസ്തകം വായിക്കുകയാണ്. അള്ളാഹു പറയുന്നു, അവരുടെ പുസ്തകങ്ങൾ അവർ വായിക്കുകയാണ്, പക്ഷേ ഒരാളോടും അനീതി കാണിക്കപ്പെടുകയില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു വിചാരണ എന്ന് പറയുന്ന ദിവസമുണ്ടല്ലോ, ആ വിചാരണ, ആ ദിവസത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇനി നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. ഇവിടെ എന്തൊക്കെ നിയമങ്ങൾ ഉണ്ടായാലും കുറ്റകൃത്യങ്ങൾ വ്യാപകമാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, എത്രമാത്രം വലിയ കുറ്റകൃത്യങ്ങളിൽ അറേബ്യൻ ജനസഞ്ചയം അകപ്പെട്ടു പോയിരുന്നു. ആ അറേബ്യൻ ജനസഞ്ചയത്തിലേക്ക് പ്രത്യേകമായ വിധിവിലക്കുകളല്ല, പ്രത്യേകമായ തെറ്റുകുറ്റങ്ങളിലുള്ള അവർക്ക് വേണ്ട ശിക്ഷയെ കുറിച്ചല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി പറഞ്ഞത്. മറിച്ച് അവരോട് ആദ്യം പറഞ്ഞത് അള്ളാഹുവിനെ കുറിച്ചും അവന്റെ വിചാരണയെ കുറിച്ചുമായിരുന്നു. അതാണ് അവരെ അകപ്പെട്ടിരുന്ന സർവമാന അകൃത്യങ്ങളിൽ നിന്നും ആ സമൂഹത്തെ മാറ്റി നിർത്തിയത്. അതുകൊണ്ട് തന്നെ മരണമെന്നുള്ള ആ 3 അക്ഷരത്തിലേക്ക് നമ്മൾ തിരിച്ചു വന്നാൽ, നമ്മൾ ഈ വിഷയം തുടങ്ങിയ അവിടേക്ക് നമ്മൾ തിരിച്ചു വന്നാൽ അധികം ഈ വിചാരണയിലേക്ക് നാളുകളില്ല. നമ്മൾ ഓരോ കാലടികളും, നമ്മൾ ഓരോ ദിവസവും നടന്നെടുക്കുന്നത് പ്രിയമുള്ളവരെ ഈ കബറിലേക്കാണ്, ഈ വിചാരണയിലേക്കാണ്, ഈ ഉയർത്തെഴുന്നേൽപ്പിലേക്കാണ്, ഈ മീസാനിലേക്കാണ്, സിറാത്തിലേക്കാണ്, അതേപോലെ തന്നെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ആണ്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസം നമ്മൾ നടക്കുന്നത് നമ്മൾ ആലോചിക്കുക. നടന്ന് നടന്ന് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നടന്ന് 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 നമ്മള് ആയുസെണ്ണം കബറിലെത്തിച്ചേർന്നിടും. നാള് തോറും കാലം നമ്മുടെ, നാള് തോറും കൊഴിയും നമ്മുടെ ആയുസെണ്ണം കുറഞ്ഞിടും. നമ്മുടെ ആയുസ് ഓരോ ദിവസം കുറയാണ്.
അതിനർത്ഥം നമ്മുടെ മരണത്തിലേക്ക്, നമ്മുടെ ഖബറിലേക്ക് ഒരു ദിവസം കഴിഞ്ഞു പോകുമ്പോ നമുക്ക് ആശ്വസിക്കാനില്ല. നമ്മുടെ ഖബറിലേക്ക് നമ്മൾ അടുക്കുന്നു എന്നുള്ളതാണ്. ആ വിചാരണ ദിവസം എല്ലാ കാര്യങ്ങളെ കുറിച്ചും അള്ളാഹു നമ്മളോട് ചോദിക്കുമെന്നുള്ളതാണ്. കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ആദ്യമായി അവിടെ വിചാരണ ചെയ്യപ്പെടുക ഒരു മുസ്ലിം ആണെങ്കിൽ നബി തിരുമേനി പറഞ്ഞു, അവ്വലുമായി നമസ്കാരത്തെ കുറിച്ചാണ് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുക. അതേപോലെ തന്നെ ഒരു മുസ്ലിം ആണെങ്കിൽ അങ്ങനെയാണ്. പിന്നീട് അവന്റെ ഇടപാടുകളെ കുറിച്ച്, ഈ ഇടപാടുകളിൽ ഏറ്റവും പ്രഥമമായത് രക്തവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആരുടെയെങ്കിലും രക്തം അന്യായമായി ചിന്തിയിട്ടുണ്ടെങ്കിൽ ആ രക്തത്തിനവിടെ പ്രതിക്രിയ നടത്തേണ്ടി വരും. അവന് വിചാരണ ചെയ്യപ്പെടുകയാണ്. അങ്ങനെ ഓരോരോ കാര്യങ്ങളെ കുറിച്ച് പ്രത്യേകമായി അള്ളാഹു വിചാരണ ചെയ്യും. ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കൂട്ടരെ 4 കാര്യങ്ങളുണ്ട്. ആ 4 കാര്യങ്ങളെ കുറിച്ച് അള്ളാഹു വളരെ കൃത്യമായി നിങ്ങളോട് ചോദിക്കുമെന്ന് മാത്രമല്ല അതിന് ഉത്തരം പറയാതെ നിങ്ങളുടെ കാലടി വിജയത്തിലേക്ക് ഒരടി മുന്നോട്ട് വെക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഏതൊക്കെയാണ് ഈ 4 കാര്യങ്ങൾ? നബി തിരുമേനി പറഞ്ഞു, വഅൻ ഉംരിഹി ഫീമാ അഫ്ന, അവന്റെ ആയുസ് എങ്ങനെയാണ് അവൻ ചെലവഴിച്ചത്, അതാണ് ഒന്നാമത്തെ വിഷയം. നമ്മൾ എത്ര കാലം ഇവിടെ ജീവിച്ചു? 60 വയസ്സ് വരെ, അല്ലെങ്കിൽ 70, 100 കൊല്ലം വരെ ജീവിക്കണമെന്നില്ല. ജീവിച്ച കാലം അത്രയും നിങ്ങൾ എന്തു ചെയ്തു എന്നുള്ളതാണ് പ്രധാനം. എത്ര കൊല്ലം നിങ്ങൾ ജീവിച്ചു എന്നതല്ല. 10 വയസ്സിൽ, അല്ലെങ്കിൽ 20 വയസ്സിൽ, 25 വയസ്സിൽ മരണപ്പെട്ടു പോയാലും ആ 25 വർഷക്കാലത്തിനിടക്ക് എന്തു ചെയ്തു എന്നുള്ളത്, ആ ആയുസ് എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടും. നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ദിവസങ്ങളാണ്. നമ്മുടെ ദിവസങ്ങൾ എന്ന് പറയുന്നത് മണിക്കൂറുകളാണ്. ഈ സമയം എങ്ങനെ ചെലവഴിക്കുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. നമ്മുടെ സമയത്തെ സംബന്ധിച്ച് ചോദിക്കുമെന്നാണ് പറയുന്നത്. 40 കൊല്ലം ജീവിച്ച, അല്ലെങ്കിൽ 60 കൊല്ലം ജീവിച്ച ഞാന്, ആ 60 കൊല്ലത്തിനിടക്ക് നല്ല ഒരു ശതമാനം, 1/3 സമയം ഞാൻ ഉറങ്ങിപ്പോയി. കുറെ കാലം ഞാൻ എന്റെ കുട്ടിത്വവുമായി ബന്ധപ്പെട്ടു പോയി. പിന്നെയുള്ള സമയം ഞാൻ കുറെ ദുന്യാവിന് ചെലവഴിച്ചു. അപ്പൊ ഈ വിചാരണയുമായി ബന്ധപ്പെട്ട് നാളേക്ക് വേണ്ടി എന്ത് സമ്പാദിച്ചു, എന്റെ സമയം എങ്ങനെ ചെലവഴിക്കപ്പെട്ടു, നമ്മളൊന്ന് കാൽക്കുലേഷൻ നടത്തിയാൽ നമുക്കത് വളരെ കൃത്യമായി ബോധ്യപ്പെടും. അല്ലാഹു പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, വഅൻ ഉംരിഹി ഫീമാ അഫ്ന, അവന്റെ ഉംർ, അവന്റെ ആയുസ്, അവന്റെ സമയം എങ്ങനെ ചെലവഴിച്ചു, അത് നമ്മൾ ഓരോരുത്തരും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് ആരെങ്കിലും നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടില്ലെങ്കിലോ നമുക്ക് അതിലേക്ക് ഓർമ്മ വരികയില്ല. നമ്മുടെ സമയം ആലോചിക്കുക. എവിടെയാണ് ഇന്ന് അധികം മനുഷ്യരുടെയും, പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിങ്ങളായ ആളുകളുടെ സമയം എവിടെ പോകുന്നത്? ഫേസ്ബുക്കിലാണ്, യൂട്യൂബിലാണ്. അതേപോലെ തന്നെയുള്ള IT മേഖലകളിൽ അനാവശ്യമായി കടന്നു പോകുന്നവന്റെ കൈവിരലുകള്. ഈ സമയത്തൊക്കെ നമ്മൾ ആലോചിക്കേണ്ട ഒരു സന്ദർഭം, അല്ലെങ്കിൽ ഒരു കാര്യം, ഈ സമയത്തെ കുറിച്ച് നമ്മളൊന്ന് കാൽക്കുലേഷൻ നടത്തുക. അപ്പൊ എന്റെ സമയം, എത്ര സമയം ഞാൻ ഇന്നതിനു വേണ്ടി ചെലവഴിക്കുന്നു, എത്ര സമയം നമ്മൾ ഇന്ന കാര്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നു. പണ്ട് കാലത്ത്, ഇന്ന് നമുക്കറിയാം, അതേപോലെ തന്നെ നമ്മുടെ കുടുംബം റിയാലിറ്റി ഷോകളിൽ വ്യാപൃതരായി, അതേപോലെ പല വിധത്തിലുള്ള ഷോകളിൽ നമ്മുടെ ഫാമിലികൾ അഥവാ നമ്മുടെ കുടുംബങ്ങൾ, പ്രത്യേകിച്ച് അതിലെ യുവതികളും അതിലെ സ്ത്രീകളുമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അധിക സമയം അങ്ങനെ പോകുന്നു. പണ്ട് കാലത്തൊക്കെ കഥാപ്രസംഗം നടത്തിയിരുന്നു സ്ത്രീകളായിരുന്നു. ഇങ്ങനെ എല്ലാ മുക്കുമൂലകളിലും പല പല പേരുകളില് ആറ്റിലേക്ക് എറിയപ്പെട്ട ചോരപ്പെയ്തൽ, അതേപോലെ തന്നെ യൂസുഫിനെ വശീകരിച്ച സുലൈഖ, അങ്ങനെ ഈ ഖുർആനിലെ തന്നെ പേരുകളിൽ തന്നെ ആ കഥകൾ ഉണ്ടാകുമ്പോ അത് സ്ത്രീകൾ അങ്ങാടികളിൽ പാടിപ്പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിലാണത്രേ തഴവ ഉസ്താദ് പാടിയത്. കഥാപ്രസംഗം ഇന്ന് സ്ത്രീകളിൽ സുലഭമാ, പരിശുദ്ധ ദീനിന് വന്ന ഗുരുതര രോഗമാ, കഥയും നബിയൂസുലൈഖ ബന്ധമാ, അത് യുവതിയായാൽ പിന്നെ സീറ്റും അസാധ്യമാ, കഥ ബീവി ആശൂറായുമായാൽ പിന്നെ തികച്ചും ഹലാലെന്നുള്ള മട്ടും തന്നെ എന്ന് പറഞ്ഞ ഇന്നിപ്പോ അങ്ങനെ തന്നെയാണ്. മാപ്പിളപ്പാട്ടാണെങ്കിൽ ഹലാലാണ്, അതേപോലെ തന്നെ ഒപ്പനയാണെങ്കിൽ ഹലാലാണ്. അതിന്റെ കുട്ടികളെ പറഞ്ഞേക്ക ഈ രൂപത്തിൽ ആളുകൾ കാണുക. ഞാനത് അടച്ചാക്ഷേപിക്കല്ല. നമ്മുടെ സമയത്തെ ഒന്ന് നമ്മൾ പരിശോധിക്കാൻ വേണ്ടി, ഒരു ആത്മവിചിന്തനം നടത്താൻ വേണ്ടി അത് സൂചിപ്പിച്ചു എന്ന് മാത്രം. നമ്മുടെ സമയം നമ്മൾ 24 മണിക്കൂറിൽ എവിടെ പോകുന്നു എന്ന് നമ്മൾ ആലോചിക്കുക. കാരണം എന്താ? നമ്മുടെ കാത് ഒരു അമാനത്താണ്, നമ്മുടെ കണ്ണ് ഒരു അമാനത്താണ്,
നമ്മുടെ ചുണ്ടുകൾ അമാനത്താണ്. അള്ളാഹു പറയുകയാണ്, അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ, നിനക്ക് 2 കണ്ണുകളെ നമ്മൾ തന്നില്ലേ, നിനക്ക് സംസാരിക്കാൻ 2 ചുണ്ടുകളെ നാം നൽകിയില്ലേ, വലിസാനൻ, ഒരു നാവും 2 ചുണ്ടുകളും നിനക്ക് നൽകിയില്ലേ. ആരാ നൽകിയത്? അള്ളാഹു. അത് നൽകി അള്ളാഹു ചോദിക്കുകയാണ്, ഈ 2 എണ്ണം അല്ലെങ്കിൽ ഇതൊക്കെ എന്തിനാ പ്രത്യേകമായി എടുത്തു പറയുന്നത്? ഇതൊക്കെ അള്ളാഹുവിന്റെ അമാനത്താണ്. അവൻ നൽകിയ കണ്ണ് എന്തും കാണാനുള്ളതല്ല, അവൻ നൽകിയ കാത് എന്തും കേൾക്കാനുള്ളതല്ല. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, പ്രിയമുള്ളവരെ, ആ പരലോകത്ത് ചെല്ലുമ്പോ പ്രത്യേകമായി ചോദിക്കുമത്രേ അവന്റെ കേൾവിയെ കുറിച്ച്, അവന്റെ കാതിനെ കുറിച്ച്. അള്ളാഹു പറയുന്നു, ഇന്നസ്സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. മനുഷ്യന്റെ കേൾവിയും അവന്റെ കാഴ്ചയും അവന്റെ മനസ്സും എല്ലാം അള്ളാഹുവിന്റെ അടുക്ക ചോദ്യം ചെയ്യപ്പെടും അവന്റെ കാതിനോട്. ഈ കാത് എന്ത് വിഷയത്തിലാണ് ഉപയോഗിച്ചത്? ഈ കാഴ്ച അല്ലെങ്കിൽ എന്താണ് ഈ കണ്ണുകൊണ്ട് നീ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെ ഓരോ കാര്യങ്ങളെ കുറിച്ച് അവൻ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അപ്പോ ഒന്നാമത് നമ്മുടെ സമയം. രണ്ടാമത്തേത് വഅൻ ഇൽമിഹി ഫീമാ അഫ്ന ഫീമാ അമില ബിഹി, അവന്റെ അറിവ്. ആ അറിവ് എന്തുകൊണ്ടാണ്, എന്താണ് അറിവനുസരിച്ച് പ്രവർത്തിച്ചത്? അപ്പൊ എനിക്ക് അറിവില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റുമോ? അത് വേറെ കുറ്റം. അറിവില്ല എന്ന് പറഞ്ഞാൽ പഴയ ആളുകൾ, കുറച്ചൊക്കെ പ്രായമുള്ള ആളുകൾ പറയാം, ഞാനോ ഏതായാലും അല്ലെങ്കിൽ ഞങ്ങളോ ഏതായാലും പഠിച്ചില്ല, എന്നാലും ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് മക്കളെ പഠിപ്പിക്കുക. പക്ഷേ അതുകൊണ്ട് രക്ഷപ്പെടില്ല. അവന് ഇൽമുള്ള, നേടാനുള്ള, ലഭിക്കാനുള്ള ഒരുപാട് സൗകര്യങ്ങള് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇന്നിവിടെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പൊ അവന്റെ ഇൽമ്, ആ ഇൽമനുസരിച്ച് പ്രവർത്തിച്ചോ? നന്മ ചെയ്യണമെന്നറിയാത്ത ആളുകളില്ല, നമസ്കരിക്കണമെന്നറിയാത്തവരില്ല. അറിയുന്ന നന്മകൾ തന്നെ ചെയ്താൽ അവന് ഇഷ്ടം പോലെ നന്മകൾ ഉണ്ടാകും. പക്ഷേ എന്തുകൊണ്ട് അറിയുന്നവർ പോലും നന്മയിൽ പിന്നാക്കം നിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പൊ ഇൽമിന്റെ വിഷയം അങ്ങനെ. മൂന്നാമത് വഅൻ മാലിഹി മിൻ അയ്ന ഇക്തസബഹു വഫീമാ അൻഫഖഹു, അവന്റെ ധനം, ആ ധനം എങ്ങനെയാണ് സമ്പാദിച്ചത്, അതൊരു വിഷയം. വഫീമാ അൻഫഖഹു, എങ്ങനെയാണ് അത് ചെലവഴിച്ചത്. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ഞാൻ ഇഷ്ടം പോലെ ചെലവഴിക്കും എന്ന് പറയാൻ ഒരു മുസ്ലിമിന് കഴിയില്ല, പാടില്ല. കാരണം അവന്റെ അത് വരുന്ന വഴി, അത് സമ്പാദിക്കുന്ന വഴി നല്ലതായിരിക്കണം. അതുകൊണ്ട് തന്നെ ആ സമ്പാദ്യ മാർഗങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ നല്ലവണ്ണം അവൻ അത് വഴിയെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. നിഷിദ്ധങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മാ ഹറമ അക്ലുഹു ഹറമ ബൈഉഹു, ഏതൊരു കാര്യം ഭക്ഷിക്കുന്നത്, തിന്നുന്നത് അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ടോ അത് വിൽക്കുന്നതും നിഷിദ്ധ. അപ്പൊ അതുകൊണ്ട് തന്നെ നിഷിദ്ധമായ ഏതൊക്കെ മാർഗത്തിലൂടെ നമ്മൾ ധനം സമ്പാദിക്കുന്നുവോ ആ സമ്പാദ്യത്തെ കുറിച്ച് അള്ളാഹു ചോദിക്കുകയാണ്. അതുകൊണ്ട് അവന്റെ സമ്പാദ്യം നല്ലതായിരിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞില്ലേ, ഇന്നല്ലാഹ അമറ ബിൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ. എന്താണ് മുർസലീങ്ങളോട് അള്ളാഹു കൽപ്പിച്ചത്, അത് തന്നെയാണ് മുഅ്മിനീങ്ങളോടും അള്ളാഹു കൽപ്പിച്ചത്. എന്നിട്ട് അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരു ആയത്തോതി, യാ അയ്യുഹർ റസൂൽ കുലൂ മിനത് തയ്യിബാത്ത്, ഈ പ്രവാചകന്മാരെ നിങ്ങൾ നല്ലത് തിന്നണം എന്ന് അള്ളാഹു ആ പ്രവാചകന്മാരോട് പറഞ്ഞു എന്ന് പറയുന്ന ഖുർആൻ ആയത്ത് പ്രവാചകൻ ഓതി. അത് തന്നെയാണ് മുഅ്മിനീങ്ങളോടും പറഞ്ഞിട്ടുള്ളത്. വേറൊരായത്തോതി, യാ അയ്യുഹല്ലദീന ആമനു കുലൂ മിമ്മാ റസഖനാകും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക എന്ന് തുടങ്ങുന്ന ആ ആയത്ത് മോദി. എന്നിട്ടോ നല്ല സമ്പാദ്യത്തെ കുറിച്ച് പറഞ്ഞു. ചുരുക്കത്തിൽ അവന്റെ സമ്പാദ്യം നന്നായിരിക്കണം. പിന്നെ അത് ചെലവഴിക്കുന്ന വഴി, നമ്മുടെ പണം എങ്ങനെ പോകുന്നു, നമ്മൾ അയച്ചു കൊടുക്കുന്നത് മക്കളെങ്ങനെ അല്ലെങ്കിൽ കുടുംബം എങ്ങനെ ചെലവഴിക്കുന്നു നമ്മൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ പണം പോകുന്ന വഴി നമ്മൾ അറിയുക. നാലാമത്തേത് അതേപോലെ തന്നെ വഅൻ ജിസ്മിഹി, അവന്റെ ശരീരം എന്ന് വെച്ചാൽ ഏകദേശം അവന്റെ ആരോഗ്യം. നല്ല ആരോഗ്യമുള്ള സമയത്ത് പലപ്പോഴും ആളുകൾ നല്ല കർമ്മങ്ങൾ ചെയ്യൂല. പിന്നെ അവന് പ്രായമായി കഴിഞ്ഞാൽ ഇനി ഇവിടെ വല്ലാതൊന്നും ആസ്വദിക്കാനില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തുമ്പോ ഒരുപക്ഷെ അവൻ പള്ളിയുമായി ബന്ധപ്പെടുന്നു, അവൻ ഖുർആനുമായി ബന്ധപ്പെടുന്നു, ക്ലാസുകളുമായി ബന്ധപ്പെടുന്നു. അങ്ങനെയല്ല. അള്ളാഹുവിന് ഇഷ്ടം, ഏറ്റവും ഇഷ്ടം അവന്റെ ഏറ്റവും ആരോഗ്യമുള്ള, അവന്റെ ഏറ്റവും ഊർജ്ജസ്വലമായ ആ സമയത്ത് ചെയ്യുന്നതാണ്. ഖുർആനിലെ ഒരുപാട് ചരിത്രങ്ങളെ നമ്മൾ വായിക്കുമ്പോൾ അതിലൊക്കെ യുവത്വത്തെ അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരു ക്ലാസ്സിൽ അത് നമുക്ക് വിശദീകരിക്കാം. ഏതായിരുന്നാലും ഇപ്പറഞ്ഞ 4 കാര്യങ്ങൾ, അവന്റെ ആയുസ്, അവന്റെ ഇൽമ്, അവന്റെ സമ്പാദ്യം, അവന്റെ ആരോഗ്യം,
ഈ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി അള്ളാഹു നമ്മളോട് ചോദിക്കുമെന്നുള്ളതാണ്. കാരണം ഇതൊരു മനുഷ്യന്റെ ജീവിതത്തിലെ അവന്റെ ഏറ്റവും സന്തോഷകരമായ, അവന്റെ മനസ്സിന് സ്വസ്ഥതയുണ്ടാക്കുന്ന 4 കാര്യങ്ങളാണ്. ആയുസ് എപ്പോഴും മനുഷ്യൻ ആഗ്രഹിക്കും ദീർഘായുസിനു വേണ്ടി. മരിച്ചു പോകണമെന്ന് ഒരാൾക്കും ആഗ്രഹം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവന്റെ ആ ആയുസ് അവനോട് പ്രത്യേകമായി ചോദിക്കും. പിന്നെ എനിക്ക് അറിവുണ്ടാവണം, ഇല്ലെങ്കിലും ഉണ്ടാവണമെന്ന് അതിനുവേണ്ടി ശ്രമിക്കാത്തവനും ആഗ്രഹമുണ്ടാവും. അപ്പോ അവൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നല്ല ഇൽമുണ്ടായാൽ, എല്ലാ വിഷയത്തിലും നല്ല അറിവുണ്ടായാൽ അവന്റെ മനസ്സിനും അവന്റെ ജീവിതത്തിനും സ്വസ്ഥത ലഭിക്കുമെന്നറിയാം. മൂന്നാമത്തേത് അവന്റെ സമ്പത്താണ് ഏറ്റവും പ്രധാനം. പല കുറ്റകൃത്യങ്ങൾക്ക് പോലും മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് സമ്പത്തിനോടുള്ള ആർത്തിയാണ്. നബി തിരുമേനി പറഞ്ഞു, ആദമിന്റെ മകന് അഥവാ മനുഷ്യന് സ്വർണത്തിന്റെ ഒരു താഴ്വര തന്നെ ഉണ്ടായാൽ അവൻ വിചാരിക്കും ഒന്നുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. ഇതാണ് മനുഷ്യന്റെ ആർത്തിയെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത്. നാലാമത്തേത് അവന്റെ ആരോഗ്യം എന്ന് പറയുന്നത് ഏവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട, പരലോകത്ത് വിശേഷമായി വിചാരണ ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ, ഈ വിചാരണയെ കുറിച്ചൊക്കെ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കുക. ആ വിചാരണ എന്ന് പറയുന്ന ആ പ്രത്യേകമായ സന്ദർഭം എപ്പോഴും നമ്മുടെ മനസ്സിൽ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അള്ളാഹു പറയുന്നു, വമൻ കാന ഫീ ഹാദിഹി അഅമാ ഫഹുവ ഫിൽ ആഖിറതി അഅമാ. ഈ ലോകത്ത് അന്ധനായവൻ ആരോ അവൻ പരലോകത്തും അന്ധനായിരിക്കും. വഅദല്ലു സബീല, ഏറ്റവും അധികം വഴിപിഴച്ചവനുമായിരിക്കും. അപ്പൊ ഇവിടെ അള്ളാഹുവിന്റെ ഈ ദിക്റുകളോട്, ഉത്ബോധനങ്ങളോട്, അവന്റെ ഖുർആനിനോട്, അവന്റെ കൽപ്പനകളോട് നമ്മൾ അന്ധത കാണിച്ചാൽ പരലോകത്ത് നമ്മൾ അന്ധരായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ വഴിപിഴച്ചവരായിരിക്കും. അതുകൊണ്ട് അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ വെള്ളിയാഴ്ചകളിൽ മിക്കവാറും പാരായണം ചെയ്തിരുന്ന 2 സൂറത്തുകളാണ് സൂറത്തുൽ അലയും സൂറത്തുൽ ഗാശിയയും. ആ സൂറത്തുൽ ഗാശിയയുടെ അവസാനത്തെ 2 ആയത്താണ് ആദ്യമായി ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. അന്ന് വെള്ളിയാഴ്ച പള്ളികളിൽ എല്ലാ മുസ്ലിങ്ങളും കൂടുമ്പോ അവർ കേൾക്കണം.